സിനിമിട്ടായിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കേട്ടറിഞ്ഞതോ വായിച്ചറിഞ്ഞതോ ഒരു കഥയാണ്. ചില കഥകൾ നമ്മൾ മനസ്സിൽ തട്ടും, അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കും, ഒരിക്കലും വായത്തില്ല. പക്ഷേ ഇപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങിയ ശേഷം ഈ കഥ മറ്റുള്ളവർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താൽ കൊള്ളാം, അതിൻ്റെ ഉടമസ്ഥനാരാന്നൊന്നും എനിക്കറിയാം. പക്ഷേ ആ കഥ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അത് ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കഥയാണ്. ഏത് സർക്കാർ ഉദ്യോഗസ്ഥനും പഴയ കാലത്ത് ഇപ്പോഴായാലും അവൻ്റെ പോക്കറ്റ് നോക്കുമ്പോൾ ആ മാസത്തെ ദിവസം അറിയാവുന്ന ഒരു പഴമൊഴിയുണ്ട്. അതുപോലെ മാസശമ്പളത്തിൽ കൃത്യമായിട്ട് ജോലിക്ക് ചെയ്യുന്ന ഒരാൾ, അയാൾ ശമ്പളം വാങ്ങിക്കാൻ നേരത്ത് വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുണ്ട്. പലചരക്കടക്കാരൻ്റെ കാശ് കൊടുക്കണം, വാടക കൊടുക്കണം, പിന്നെ പാലുകാരൻ്റെ കാശ് കൊടുക്കണം. പിന്നെ കുറേ കാലങ്ങളായിട്ട് ഭാര്യ പറയുന്നുണ്ട് ടൗണിൽ പോകണം, ഒരു ഹോട്ടലിൽ പോയി ബിരിയാണി കഴിക്കണം, മമ്മൂട്ടിയുടെ ഒരു സിനിമ കാണണം. ഇതൊക്കെ ആ ഒരു കുടുംബത്തിൻ്റെ ആഗ്രഹമായിരുന്നു. അയാളിപ്പോൾ അതുപോലെ ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ശമ്പളം വാങ്ങിച്ചു. അയാൾ തിരിച്ചു തന്നു. അയാൾ പലചരക്ക് കടയിൽ കൊടുത്തു. ആ ചിട്ടി കമ്പനി കൊടുക്കണമായിരുന്നു, അതിൻ്റെ കാശ് കൊടുത്തു. ഏകദേശം പലയിടത്തും പാലിൻ്റെയും ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഏകദേശം ശമ്പളം തീർന്നു. അപ്പോൾ അയാൾക്കൊരു ദുഃഖം തോന്നി, ഇപ്രാവശ്യവും എൻ്റെ ഭാര്യയുടെയും മകൻ്റെയും ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ വീണ്ടും അയാൾ ദുഃഖിതനായി. അയാളങ്ങനെ വിഷമിച്ച് റോഡിൽ കൂടെ വരുമ്പോൾ ഇനിയിപ്പം ഭാര്യയോട് പറയാം, അടുത്ത മാസം തീർച്ചയായിട്ടും കൊണ്ടുപോകാം, സിനിമ കാണിക്കാം, പിന്നെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാം, പ്രാവശ്യം ഭാര്യ അടുത്ത് പറയണം, മകനോട് പറയണം എന്നുള്ള ആ ഒരു ഇതിൽ തന്നെ അയാൾ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് പെട്ടെന്ന് നോക്കിയപ്പം ഏകദേശം സന്ധ്യയായി. നോക്കിയപ്പം റോഡിൽ കുറുക്കെ ഒരു ബൈക്ക് മറിഞ്ഞു കിടക്കും. ഒരു നല്ല ചെറുപ്പക്കാരൻ ആ ബൈക്കിൽ അടിയിലുണ്ട്. ഇയാളിനെ സൂക്ഷിച്ച് നോക്കിയപ്പം രക്തത്തിൽ കുടിച്ച് കിടക്കുക. അപ്പം ഇയാൾ ഒരു നിമിഷം മുഖത്തേക്ക് നോക്കി, ഒരു പരിചയവുമില്ല. പെട്ടെന്ന് അയാൾ നോക്കിയപ്പം അവൻ്റെ പേഴ്സ് ഇങ്ങനെ പോക്കറ്റിന് വെളിയിലോട്ട് ഇങ്ങനെ തള്ളിയിരിക്കുന്നു. ഇയാൾ ചുറ്റാതെ നോക്കിയപ്പം നല്ല മോതിരവും കൂടിയ വാച്ചും കൂടിയ മാലയും ഒക്കെ അണിഞ്ഞിട്ടുള്ള ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ. പെട്ടെന്നൊരു നിമിഷം ഒരു വില കൂടിയ ബൈക്ക് വേണം. ഒരു നിമിഷം ആലോചിച്ചു എന്ത് വേണം. അപ്പം പെട്ടെന്ന് ഇയാളുടെ മനസ്സിൽ ഓർമ്മ വന്നു ഭാര്യയുടെ ആവലാതി, ഒരു സിനിമ കാണണം, ഒരു പട്ടുസാരി വാങ്ങിക്കണം. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ കുറേ ആഗ്രഹങ്ങൾ അയാളുടെ മനസ്സിൽ വന്നു. പെട്ടെന്ന് അയാൾ ആ പേഴ്സ് വലിച്ചൂരിയിടും. അത് നോക്കിയപ്പം നിറയെ അടുക്കിൽ നോട്ടുകളായിരുന്നു, വലിയ നോട്ടുകൾ. ഇയാൾ പെട്ടെന്ന് ചുറ്റാതെ നോക്കി, എന്നിട്ട് ഒരറ്റം മുതൽ വേഗത്തിലങ്ങ് നടന്നു. ഒന്നും ആലോചിച്ച് വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു, നിനക്ക് ടൗണിൽ പോകണ്ടേ, നിനക്ക് ബിരിയാണി കഴിക്കണ്ടേ, മമ്മൂട്ടിയുടെ സിനിമ കാണണ്ടേ, എളുപ്പം ഒരുങ്ങ, മോനോടും പറ. അവർ പെട്ടെന്ന് 3 പേരും ശരിയായി. അവർ വേറെ വഴി കൂടെ ടൗണിൽ പോയി. നല്ലൊരു തുണിക്കടയിൽ കയറി അവൾക്കൊരു പട്ടുസാരി വാങ്ങിച്ചു കൊടുത്തു, മോനൊരു ഷർട്ട് വാങ്ങിച്ചു കൊടുത്തു. ഹോട്ടലിൽ കയറി ബിരിയാണി കഴിച്ചു, ചിക്കൻ ഫ്രൈയും എല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ് മമ്മൂട്ടിയുടെ സിനിമയും കണ്ടു. വളരെ സന്തോഷമായി. ഭാര്യയും മകനും വളരെ സന്തോഷമായി. എന്തായാലും എത്രയോ കാലത്ത് ആഗ്രഹമായിരുന്നു, അവരുടെ ഭർത്താവ് അത് സാധിച്ചു തന്നു. ഭയങ്കര സന്തോഷം തോന്നി. എന്തായാലും അത് വീട്ടിലെത്തി. അവർ പെട്ടെന്ന് തന്നെ യാത്രാക്ഷീണം കൊണ്ട് അവർ കിടന്നു. പക്ഷേ ഇയാൾക്ക് ഉറക്കം വന്നില്ല. അപ്പോൾ മോനപ്പുറത്ത് മാറി കിടപ്പുണ്ട്. നോക്കിയപ്പോൾ അവൻ നല്ല ഉറക്കം. ഇയാൾക്ക് ഭാര്യ ഉറങ്ങുന്നതായിട്ട് തോന്നി. പക്ഷേ ഇദ്ദേഹത്തിന് ഉറക്കം വളരെ അകലെയായിരുന്നു. എന്തോ കുറ്റബോധവും ആ ചെറുപ്പക്കാരൻ്റെ മോഹവും ഒക്കെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അയാൾക്ക് ഒരു പിടിയും കണ്ട് എണീറ്റ് കുത്തിയിരുന്നു. പിന്നെയും കിടന്നു. അത് ഭാര്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഇയാളുടെ ഉറക്കമില്ലാതെ കിടക്കും. ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ട് ഇന്ന് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തില്ലേ? കൊടുത്തു. പിന്നെ നിങ്ങൾക്ക്
ഇത്രയും കാശ് എങ്ങനെ വന്നു? നിങ്ങൾ ചിട്ടി വല്ലതും പിടിച്ചോ? അതോ ആരെങ്കിലും കൈക്കൂലി തന്നാണോ? നിങ്ങൾക്ക് കൈക്കൂലി കിട്ടാനുള്ള സാഹചര്യമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ ചിട്ടി പിടിച്ചോ? ഇല്ല, ചിട്ടി പിടിച്ചില്ല. പിന്നെ നിങ്ങൾക്ക് ഇത്രയും കാശ് എങ്ങനെ കിട്ടി? നിങ്ങൾ പേഴ്സിൽ ഇനിയും കാശിരിക്കുന്നല്ലോ. അപ്പോൾ എവിടുന്ന ഈ കാശ്? ആരെങ്കിലും കടം വാങ്ങിച്ചതാണോ? അതോ വേറെ വലിയ പഴയ കാലത്ത് കിട്ടാനുള്ള കാശ് വല്ലതും കിട്ടിയോ? ഇയാൾ വളരെ അസ്വസ്ഥരായി. എന്താ മറുപടി പറയാം? അപ്പോൾ ഭാര്യയോട് ചോദിച്ചു, മോൻ ഉറങ്ങിയോ? മോനെ പറഞ്ഞു, ഓ അവൻ ഉറങ്ങി. എങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നി നിങ്ങൾ ഉറങ്ങുന്നില്ല, എന്താ കാര്യം? അപ്പോൾ ഇദ്ദേഹം നടന്ന കാര്യം പറഞ്ഞു. ഞാനിങ്ങനെ വന്നപ്പോൾ ആ ഒരു ബൈക്കിങ്ങനെ മറിഞ്ഞ് കിടക്കുന്നു. ഒരു നല്ല ചെറുപ്പക്കാരൻ രക്തത്തിൽ കുളിച്ച് ഇങ്ങനെ കിടക്കുന്നു. കഴുത്തിലാണെങ്കിൽ ഏകദേശം ഒരു 10 പവനോളം ഒരു മാല, കയ്യിൽ ബ്രേസ്ലെറ്റ്, വലതു കയ്യിൽ വാച്ച്, പേഴ്സ്. ഞാനൊന്നും ആലോചിച്ചില്ല. നിൻ്റെ ആവശ്യങ്ങളും മോൻ്റെ ആവശ്യങ്ങളും എൻ്റെ മനസ്സിൽ പൊങ്ങി വന്നു. പെട്ടെന്ന് ഞാൻ അതിൻ്റെ പേഴ്സ് എടുത്തു നോക്കി. നിറയെ നോട്ടുകൾ. ഞാൻ ചുറ്റാതെ നോക്കി. ആരും കണ്ടില്ല എന്ന് ബോധ്യമായി. ഞാൻ പെട്ടെന്ന് ആ പേഴ്സിൽ നിന്ന് കാശ് വലിച്ചൂരിയെടുത്തു. നേരെ എൻ്റെ പോക്കറ്റിലിട്ടു. നേരെ വീട്ടിലേക്ക് നടന്നു. ഭാര്യ എന്ത് പറയും? ഏറെ വിഷമിച്ചു. ഞാൻ കുറ്റക്കാരനാണ്. ഭാര്യയിൽ നിന്ന് എന്നോടുള്ള വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ടു. ഞാനൊരു നീചനാണെന്ന് ഒരുപക്ഷെ അവർക്ക് തോന്നുമോ എന്നുള്ള ഭയം അയാൾക്കുണ്ടായി. പെട്ടെന്ന് ഭാര്യ പറഞ്ഞു, അയാളുടെ കയ്യിൽ ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ആ മുഖം ഒന്ന് സൂക്ഷിച്ച് നോക്കിയായിരുന്നു? ഞാൻ നോക്കി. ഇവിടെ ഈ ഭാഗത്ത് ഇല്ലാത്തൊരു മുഖമായിരുന്നു. ഉറപ്പാണോ? ഉറപ്പാണ്. അങ്ങനൊരു മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഏതോ പണക്കാരനായ ചെറുപ്പക്കാരനാണ്. ഏകദേശം 10 പവൻ്റെ മാല, കയ്യിൽ ബ്രേസ്ലെറ്റ്, കൂടിയ വാച്ച്, കൂടിയ ബൈക്ക്. പെട്ടെന്ന് ഭാര്യ പറഞ്ഞു, ഇയാൾ ഭയന്നിരിക്കുകയാണ്. ഭാര്യ എന്താ പറയുന്നത്? പെട്ടെന്ന് അവർ പറഞ്ഞു, ആരും കണ്ടില്ലെന്നുള്ള ഉറപ്പാണോ? പേഴ്സിൽ എടുത്തപ്പോൾ, കാശെടുത്തപ്പോൾ? ഇല്ല, ആരും കണ്ടില്ല. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ആ 10 പവൻ്റെ മാല കൂടെ എടുത്തിട്ടായിരുന്നു. ഇയാൾ ഒരു നിമിഷം ഒന്ന് അറച്ചപ്പം ആ ഉറങ്ങിക്കിടക്കുന്ന മകൻ പറയുന്നു, അച്ഛാ, ആരും കണ്ടില്ലായിരുന്നെങ്കിൽ ബൈക്ക് കൂടെ അച്ഛൻ എടുക്കാമായിരുന്നല്ലോ. ഇതൊന്നൊരു തലമുറ അതാണ്. എവിടുന്നാലും കുറേ കാശ് കിട്ടിയാൽ മതി. ആരെ കൊന്നാലും ആരെ നശിപ്പിച്ചാലും നമ്മുടെ കാര്യം ഭംഗിയായിട്ട് നടക്കണം. അതവരുടെ വലിയ ഇപ്പോഴത്തെ രീതി, ആളുകളുടെ സ്വഭാവം ആ രീതിയിലായതുകൊണ്ട് എങ്ങനെ കൈക്കൂലി വാങ്ങിച്ചാലും ഇങ്ങനെയൊക്കെ ആർഭാടമായ ജീവിതം നയിക്കണം, ആരെ വേദനിപ്പിച്ചാലും ആർഭാടമായ ജീവിതം നയിക്കണം എന്നുള്ള ഈ ഒരു ചിന്ത അത് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ ശാപമാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ ഉദ്യമം വിജയിച്ചു എന്ന് വിചാരിക്കട്ടെ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർ കൂടെ അറിയിക്കുക. നന്ദി, നമസ്കാരം.